സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെ DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ യോഗം ചേർന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ആ 2 സീറ്റുകളിലേക്കും പരിഗണിക്കപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾ കൂടിയ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. സന്ദീപ് വാര്യർ വേണ്ടെന്ന നിലപാടിലേക്ക് അവിടെ DCC നേതൃത്വം എത്തുന്നു. തൃക്കരിപ്പൂരിലും ഉദുമയിലുമാണ് അവിടെ കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നത്. ഈ 2 സീറ്റുകളുടെയും കാര്യത്തിലാണ് ജില്ലയ്ക്കകത്ത് നിന്നുള്ള നേതാക്കൾ മതി എന്നുള്ള നിലപാട് DCC അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ലീഗ് മത്സരിക്കുന്ന സീറ്റുകളിൽ ജില്ലയ്ക്കകത്തുള്ള ലീഗ് നേതാക്കളാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലും ജില്ലയ്ക്കകത്തുള്ള കോൺഗ്രസ് നേതാക്കൾ മതി എന്നുള്ള നിലപാട് DCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നുണ്ട്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഈ നേതാക്കളുടെ യോഗം കഴിഞ്ഞ ശേഷമാണോ അദ്ദേഹത്തിന്റെ പ്രതികരണം? ഈ സന്ദീപ് വാര്യർ വന്നാൽ എന്തായിരിക്കും DCCയുടെ പ്രതികരണം? അരുൺ. ഉന്മേഷ, ഇതുവരെയും യോഗം അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തായിരുന്നു ഈ DCC പ്രസിഡന്റ് PK ഫൈസലും KPCC ജനറൽ സെക്രട്ടറിമാരായ ഹക്കീം കുന്നിലും K നീലകണ്ഠനും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് യോഗം ചേർന്നതിന് ശേഷം DCC ഓഫീസിലേക്ക് വീണ്ടും എത്തിയതാണ്. ആ സമയത്താണ് DCC പ്രസിഡന്റ് നയം വ്യക്തമാക്കിയത്. DCC നേതൃത്വം ഇപ്പോൾ അല്പസമയമാണ് യോഗം ചേർന്നത്. യോഗത്തിൽ സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതായത് ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ട്, അവരെ പരിഗണിക്കണമെന്ന് KPCC നേതൃത്വത്തെ അറിയിച്ചു. KC വേണുഗോപാലിനെയും ഇക്കാര്യം അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശക്തമായ നിലപാടിൽ തന്നെ ഈ DCC നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. പുറത്തുനിന്നുള്ള ആളെ ഇറക്കേണ്ടതില്ല, സന്ദീപ് വാര്യർ വരേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കുന്നു. പ്രത്യേകിച്ച് തൃക്കരിപ്പൂർ പോലുള്ള മണ്ഡലം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ച മണ്ഡലം, അവിടെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നിർണായകമായ സ്വാധീനമുണ്ട്. 60,131 വോട്ടുകളാണ് 131 വോട്ടുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയത്. 27,000 വോട്ടിന്റെ ഡിഫറൻസ് LDFുമായി ഉണ്ടെങ്കിലും ശക്തമായ പോരാട്ടം നടത്താൻ കഴിയുമെന്നും ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ വിജയിക്കാൻ കഴിയുമെന്നും നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നു. ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പേരുകൾ അവിടെ പരിഗണിക്കപ്പെട്ടിരുന്നു. DCC പ്രസിഡന്റ് PK ഫൈസലും തൃക്കരിപ്പൂരിൽ മത്സരിക്കാൻ നേതൃത്വത്തെ താല്പര്യമുണ്ടെന്ന കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ പേരുകളൊക്കെ തന്നെ വെട്ടിയാണ് സന്ദീപ് വാര്യരിലേക്ക് കാര്യങ്ങൾ നീണ്ടത്. അത് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP യാണ് ഈ സന്ദീപ് വാര്യരുടെ പേര് അത് കർശനമായി തന്നെ നിർദ്ദേശിച്ചത്. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ മത്സരിക്കണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. അതിനുശേഷമാണിപ്പോൾ സന്ദീപ് വാര്യരുടെ പേര് ഔദ്യോഗികമായി ഇനി പ്രഖ്യാപനം മാത്രമാണ് വരേണ്ടതുള്ളൂ. അത് അല്പസമയത്തിനകം പ്രഖ്യാപനം വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുൻപ് തന്നെ DCC നേതൃത്വം യോഗം ചേർന്ന് തങ്ങളുടെ നിലപാട്, അതായത് ഇവിടെ പുറത്തുനിന്നുള്ള ആൾ എത്തേണ്ടതില്ല എന്നൊരു നിലപാട് അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 2 KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റുമാരുമാണ് നിലവിൽ യോഗം ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ മൂവരും ഈ DCC ഓഫീസിലുണ്ട്. വീണ്ടും കൂടിയാലോചനകൾ നടത്തുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.